ലോകം കണ്ട ഏറ്റവും വലിയ കൃഷ്ണാചാര്യ സന്യാസി വര്യൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷന്റെ കോഴിക്കോട് ശാഖയിലെ അംഗങ്ങളായി ഈ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വീകരിക്കുന്നു. ദശരഥ മാഞ്ചി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരാളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ബീഹാറിലെ ഗയ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഗഹലോർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരൻ. വിദ്യാഭ്യാസം ഇല്ല, ജാതിയിൽ വളരെ താഴ്ന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ജാതി വിഷമങ്ങൾ അനുഭവിച്ച് വളർന്ന ഒരാൾ. ചെറുപ്പത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒളിച്ചോടാൻ കൽക്കരിയിലേക്ക് ഒളിച്ചോടി ജോലി ചെയ്ത ആള് തിരിച്ചു ഗ്രാമത്തിലെത്തി കൃഷിപ്പണിയിൽ ഏർപ്പെട്ട, പക്ഷെ അദ്ദേഹത്തിന്റെ ആ നാട്ടിൽ വളരെ കുറഞ്ഞ സ്ഥലമേ കൃഷിക്കായിട്ട് ഉപയോഗമുള്ളൂ. അതുകൊണ്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോകണമെങ്കിൽ ഈ ഗഹലോർ മല കടന്നിട്ട് പോകണം. ഇല്ലെങ്കിൽ 45 കിലോമീറ്റർ നടന്ന് വലിയ ദൂരം നടന്നിട്ട് വേണം പോകാൻ. അതിന് എളുപ്പം ഈ മല അപ്പുറത്തേക്ക് കടക്കുക. ഭഗിനി ദേവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുമൊക്കെ സന്തോഷമായി കഴിയുകയാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് ഭക്ഷണവുമായി പോയ ഭഗിനി ദേവി ഈ മലയിൽ നിന്ന് അടിതെറ്റി വീഴുകയാണ്. ഗുരുതരമായ പരിക്കേറ്റു. ആ സ്ത്രീ കൃത്യമായ വൈദ്യസഹായം കിട്ടാതെ മരിച്ചുപോയി. അന്ന് മുതൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ ഗ്രാമത്തിൽ എനിക്ക് മാത്രമല്ല, എൻ്റെ ഭാര്യ മരിച്ചു എന്നുള്ളത് ആർക്കും ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു വൈദ്യസഹായം കിട്ടാൻ സാധ്യമാകാത്ത അവസ്ഥ പരിഹരിക്കണം. അദ്ദേഹം അന്ന് മുതൽ തൻ്റെ കയ്യിലെ ഉള്ളി ചുറ്റികയും, ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്, കുറച്ച് കയർ, ഇത് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിച്ചുകൊണ്ട് ആ മല വെട്ടി അപ്പുറത്തേക്ക് ഒരു വഴി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. 1960 ഇത് തുടങ്ങി. 22 വർഷം എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി ഭ്രാന്തനാണെന്ന് പറഞ്ഞു. നിരന്തരം പരിശ്രമിച്ചു. 22 വർഷങ്ങൾ കൊണ്ട് 30 അടി വീതിയിൽ 360 അടി നീളത്തിൽ ഒരു വഴി വെട്ടി ഈ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് 15 കിലോമീറ്റർ കൊണ്ട് എത്തിച്ചേരുന്ന വഴിയുണ്ടാക്കി. അതിന് മുമ്പ് 45 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോകേണ്ടിയിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് 22 വർഷം കൊണ്ടാണ്